വെൽക്കം ടു തിന്ന സ്റ്റോറീസ്. അന്ന് ഞാൻ കണ്ട ഗൗരിയല്ലല്ലോ ഇത്. തനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്, എന്തു പറ്റി? ശങ്കർ ചോദിച്ചു. ശങ്കർ പറയണ കേട്ട് ഗൗരി ഒന്ന് ചിരിച്ചു. അന്ന് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ആ വിഷമത്തിന് ആവശ്യമില്ലെന്ന്. അതിന് വെറും വേസ്റ്റ് ബോക്സിൻ്റെ വിലയുള്ളൂന്ന്. അപ്പോൾ ഓക്കെ ആയി, ഗൗരി പറഞ്ഞു. അത് കേട്ടതും ഗൗതം ഗൗരിയെ ഒന്ന് നോക്കി. അവൾ അവനെയും. അവരുടെ കണ്ണുകൾക്ക് പിൻവലിക്കാൻ തോന്നിയില്ല. എന്തുകൊണ്ടോ? അവരുടെ കണ്ണുകൾ പരസ്പരം അവർ പറയാത്ത ഒരുപാട് കഥകൾ പറയുന്നുണ്ടായിരുന്നു. അവർ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാ അവരുടെ ഇടയിലേക്ക് ഗൗതം വന്നത്. ഹലോ, ഏത് സ്വപ്ന ലോകത്താ നിങ്ങൾ? എൻ്റെ കാര്യം മറന്നാ? അല്ല, എന്താ ഏട്ടാ, നീ എൻ്റെ ചേച്ചിയെ ലൈനടിക്കുകയാണോ? ഗൗതം ചോദിച്ചു. ഗൗതം ചോദിച്ചു കേട്ടതും രണ്ടാൾക്കും നല്ല ചമ്മലായിട്ടോ. ഗൗരി ഗൗതമിൻ്റെ തലയിൽ ഒന്ന് കൊട്ടി. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, നോക്കിനൊരു ലൈസൻസും ഇല്ല. ഗൗതം ഒന്ന് ചിരിച്ചുകൊണ്ട് ശങ്കറിനെ നോക്കി. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നിന്റെ ചേച്ചിനെ ലൈൻ അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതെനിക്കറിയാം, പിന്നെ ഒന്ന് ചോദിച്ചു നോക്കിയതാ. നിങ്ങളെ രണ്ടാളും കൊണ്ടേ അക്കാര്യത്തിലൊന്നേ ഒരു പ്രയോജനവും ഇല്ലെന്നേ എനിക്ക് പണ്ടേ അറിയാം എന്ന് പറഞ്ഞ് ഗൗതം വണ്ടിൻ്റെ അരികിലേക്ക് ഓടിയില്ലെങ്കിൽ ഗൗരിയുടെ കയ്യിൽ നിന്നേ നല്ല കിഴുക്ക് കിട്ടുമെന്ന് അവനറിയായിരുന്നു. ഗൗതം ഓടിയത് കണ്ടതും ഗൗരിയും ശങ്കറും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് രണ്ടാളും അവൻ്റെ പിന്നാലെ കാറിലേക്ക് പോയി. എടാ മാക്രി, നിനക്കിനി എവിടേക്കാ പോവണ്ടേ? ശങ്കർ ഗൗതമിനോട് ചോദിച്ചു. എടാ മാക്രി, ഇനി എങ്ങോട്ടാടാ നിനക്ക് പോകണ്ടേ? നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? ശരി എന്ന് പറഞ്ഞ് ശങ്കർ വണ്ടിയെടുത്തു. കടയുടെ മുമ്പിൽ എത്തിയതും ഗൗരിയോടും ഗൗതമിനോടും ശങ്കർ പറഞ്ഞു, നിങ്ങൾ പോയി ഡ്രസ്സ് എടുത്തിട്ട് വാ, ഞാൻ കാറിൽ ഇരുന്നോളാം എന്ന്. എന്നാൽ ഗൗതം വാശി പിടിച്ചു അവരുടെ കൂടെ ചെല്ലാനായിട്ട്. അവസാനം ശങ്കറിന് വഴങ്ങേണ്ടി വന്നു അവൻ്റെ വാശിക്ക് മുമ്പിൽ. ശങ്കർ മുരടനാണെങ്കിലും അവന് ഗൗതമിനോട് ഗൗരിയെ പോലെ തന്നെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം അവൻ്റെ അച്ഛൻ രക്ഷിച്ച ജീവനാ ഗൗതം. അങ്ങനെ അവർ മൂന്നുപേരും കൂടി ഷോപ്പിലേക്ക് കയറി. കടയിൽ കയറിയിട്ട് ആദ്യം ഗൗതമിന് വേണ്ടിയുള്ള ഡ്രസ്സാണ് ഗൗരി സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് അവൾക്ക് വേണ്ടിയുള്ളത് സെലക്ട് ചെയ്യാൻ പോയി. പക്ഷേ ഒരുപാട് നേരമായിട്ടും അവൾക്ക് വേണ്ട ഡ്രസ്സ് അവൾക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവൾക്ക് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അവൾ ഓരോ ഡ്രസ്സ് ഇട്ട് വന്ന് ഗൗതമിനെ കാണിച്ചു. ഗൗതം അതെല്ലാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ശങ്കറിന് അവൾ ഇട്ട് വന്ന ഒരു ഡ്രസ്സും ഇഷ്ടമായില്ല. എന്നാൽ അത് ശങ്കർ പറഞ്ഞില്ല കേട്ടോ. മാക്സിമം ഗൗരിയിൽ നിന്ന് അകന്നു നിൽക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. കാരണം അടുത്തു പോയാൽ അവളെയും അവന് നഷ്ടമാവോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ്. ജീവിതത്തിൽ താനെന്നും ഒറ്റയ്ക്കാണെന്നും ഏതൊരു ബന്ധവും തൻ്റെ ജീവിതത്തിൽ നിലനിന്ന് പോകില്ല എന്നൊക്കെ ശങ്കർ വിചാരിച്ചിരുന്നു. ഓരോ ഡ്രസ്സ് ഇട്ട് വരുമ്പോഴും ഗൗരി ശങ്കറിനെ നോക്കുന്നുണ്ടായിരുന്നു, അവൻ്റെ അഭിപ്രായം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശങ്കർ ഒന്നും പറയാതിരുന്നപ്പോൾ അവസാനം അവൾ തന്നെ വാവിട്ട് ചോദിച്ചു. എടോ മാഷെ, ഇവിടെ ഒരാളെ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? ഒന്ന് ഹെൽപ്പ് ചെയ്തോടെ? ഇതിലേതാ നല്ലത്, ഈ ബ്ലൂ ആണോ അതോ ഗ്രീൻ ആണോ? അവളുടെ ചോദ്യം കേട്ടതും ശങ്കറിന് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല ഒരു നിമിഷം. എന്നിട്ട് അവൻ കയ്യിലെ നീലസാരിയും പച്ചസാരിയും എടുത്ത് നോക്കി. പക്ഷെ അത് രണ്ടും ഗൗരിക്ക് മാച്ചാകുന്നില്ല എന്ന് അവന് തോന്നി. ശങ്കർ സെയിൽസിൽ നിൽക്കുന്ന ആളോട് റെഡ് സാരി ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട് ഗൗരി ഒന്ന് അവനെ നോക്കി. ഗൗരിക്ക് നീലയേക്കാളും പച്ചയേക്കാളും ഒക്കെ ചുവപ്പ് നല്ലോണം ചേരുമെന്ന് ശങ്കറിന് അറിയായിരുന്നു. കൂടാതെ ശങ്കറിൻ്റെ ഫേവറേറ്റ് കളറായിരുന്നു റെഡ്. ശങ്കറിന് നിറയെ ചുവപ്പ് സാരികൾ കാണിച്ചു കൊടുത്തു. അവൻ അതിൽ നിന്ന് ഒരു റെഡ് സാരിയിൽ ഗോൾഡൻ ബോർഡറുള്ള ഒരു സാരി എടുത്ത് ഗൗരിക്ക് നേരെ നീട്ടി. ഇനി ഞാൻ സെലക്ട് ചെയ്തില്ലെന്ന് വേണ്ട, ഈ സാരി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, തനിക്ക് ഇഷ്ടപ്പെട്ട താൻ എടുത്തോ എന്നു പറഞ്ഞു ശങ്കർ സോഫയിൽ പോയി ഇരുന്നു. ഗൗരി ട്രയൽ റൂമിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നു. ഗൗതമും ശങ്കറും ഗൗരിയെ കണ്ട് അന്തം വിട്ടു. കാരണം എന്തറിയോ? അവൾ അത്രയും സുന്ദരിയായിരുന്നു ആ സാരിയിൽ. വടിവത്ത അവളുടെ ശരീരത്തിന് നല്ലോണം ഇണങ്ങുന്നുണ്ടായിരുന്നു. സാരി ഉടുത്ത് ശങ്കറിന് നേരെ നടന്നു വരുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. അവൻ വീണുപോയി അവളുടെ സൗന്ദര്യത്തിൻ്റെ മുന്നിൽ എന്ന് തന്നെ പറയാം. പൊളിച്ചെൻ്റെ ചേച്ചി, നിനക്ക് സൂപ്പറായിട്ടുണ്ട് ഈ സാരി.
ശിവേട്ടൻ്റെ സെലക്ഷനേ ഉഗ്രനാട്ടോ. എന്തായാലും ശിവേട്ടനറിയാം നിനക്ക് ഏത് കളറാ നല്ലോണം ഇണങ്ങുക എന്ന്. ഗൗതം അത് പറഞ്ഞതും ഗൗരി ശങ്കറിനെ നോക്കി. ശങ്കറിൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാണ് അവനെ നോക്കിയത് കേട്ടോ. എന്നാൽ ശങ്കർ ആകട്ടെ തനിക്ക് ഈ ഡ്രസ്സ് തന്നെ മതിയെങ്കിൽ ബിൽ ചെയ്തിട്ട് വന്നോളൂ, ഞാൻ കാറ് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോയി. ശങ്കർ അവൻ ഒന്നും പറയാതെ പോയപ്പോൾ ഗൗരിയുടെ ഉള്ളിൽ വല്ലാത്ത ഒരു നിരാശയുണ്ടായി. സത്യത്തിൽ ഗൗരി ശങ്കറിനോട് അടുക്കാൻ ശ്രമിക്കുന്നത് അവൻ്റെ അവസ്ഥ അറിഞ്ഞതുകൊണ്ടുള്ള ഒരു സഹതാപത്തിൻ്റെ പേരിലും അവനോടുള്ള കടപ്പാടിൻ്റെ പേരിലൊക്കെയാണ്. എന്നാൽ അതല്ലാതെ പ്രണയമെന്ന വികാരം അവളുടെ ഉള്ളിൽ പൂത്തുരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അത് അവൾ അറിഞ്ഞില്ല. ഇതേ സമയം കാറിൽ പോയിരുന്ന ശങ്കറിൻ്റെ കണ്ണാകട്ടെ ഒരുപാട് നിറഞ്ഞിരുന്നു. കാരണം എന്താണെന്നറിയോ? അവൻ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് 2 വർഷമായി. അവൻ്റെ അമ്മയും ചേച്ചിയൊക്കെ പോയതിന് പിന്നെ അവന് കൊടുക്കാനും അവൻ ആർക്കെങ്കിലും കൊടുക്കാനും അവന് ആരും ഉണ്ടായിരുന്നില്ല. ഓഫീസും വീടും യാത്രകളും മാത്രമായിരുന്നു അവൻ്റെ ലോകം. അപ്പോഴേക്കും ഗൗരിയും ഗൗതമും ബില്ലൊക്കെ പേ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വരുന്നത് കണ്ടതും ശങ്കർ കണ്ണുനീരെല്ലാം തുടച്ചു. പിന്നെ അവർ വീട്ടിലേക്ക് പോയി. ഗൗതം കാർ ഇറങ്ങിയതും ഓടിപ്പോയി വീട് തുറന്നു. ഗൗരിയെ സാധനങ്ങളെല്ലാം എടുക്കാൻ സഹായിച്ചത് ശങ്കറായിരുന്നു. ശങ്കറിനോട് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് കയറാൻ തുടങ്ങി ഗൗരി. അപ്പോഴാണ് ശങ്കർ വണ്ടിയിൽ ഒരു കവറും കൂടി കണ്ടത്. ഗൗരി എടുക്കാൻ മറന്നു എന്ന് വിചാരിച്ച് ഗൗരിയെ വിളിച്ചു. എടോ ഗൗരി, താനൊരു കവർ മിസ്സാക്കിയിട്ടുണ്ട്. ഗൗരി തിരിഞ്ഞു നോക്കി. അത് മിസ്സാക്കിയതല്ല, അത് തനിക്കുള്ളതാ, എൻ്റെ ഒരു വക ഒരു ഗിഫ്റ്റ്. ഗിഫ്റ്റോ? എനിക്കോ? എനിക്ക് ഗിഫ്റ്റൊന്നും വേണ്ട എന്ന് പറയാൻ വന്നതും ഗൗരി ശങ്കറിനോട് പറഞ്ഞു, എനിക്കറിയാം താൻ ഇതേ പറയുള്ളൂ എന്ന്. അതാ നേരിട്ട് തരാണ്ട് അവിടെ വെച്ചത്. ഇനി താൻ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഗൗരി വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. ഇവരുടെ ഈ സംസാരങ്ങളെല്ലാം ബാൽക്കണിയിൽ നിന്ന് ഗൗതം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റൂം എത്തിയതും ഗൗരി കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് ശങ്കർ സെലക്ട് ചെയ്ത് കൊടുത്ത സാരിയുടെ ഭംഗി നോക്കുമായിരുന്നു. ചേച്ചി, എന്താണ് ഇവിടെ നടക്കുന്നേ? ഗൗതം ചോദിച്ചു. എന്ത് നടക്കാനടാ? അല്ല, ശിവേട്ടൻ്റെ കൂടെ പുറത്തു പോകാൻ തയ്യാറാവുന്നു നീ. ആൾക്ക് കമ്പനി കൊടുക്കുന്നു, ശിവേട്ടന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കുന്നു, ചേട്ടന് വേണ്ടി ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നു. എന്താ ചേച്ചി ഇതൊക്കെ? ഞാൻ ചുമ്മാ പറഞ്ഞത് നീ സീരിയസ് ആയി എടുത്തോ? ശിവേട്ടനെ അളിയനാക്കാൻ തന്നെ തീരുമാനിച്ചോ? ഗൗതം ചോദിച്ചു.